ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാനും ടർക്കിഷ് ചിക്കനുമാണ്. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1/2 കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ ബട്ടർ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് പാല് കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒറിഗാനോയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തിക്കാക്കി എടുക്കുക ഈ ഒരു തിക്നെസ്സിൽ. ഇനി നമ്മൾ വേവിച്ച ചിക്കനിലോട്ട് ഈ വൈറ്റ് സോസും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മൊസറല്ല ചീസാണ്. എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീസ് സ്ലൈസ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡി. ഇനി നമ്മൾ ബട്ടർ നാനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പാലും കൂടിയും ചേർത്ത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി കുഴച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉടനെ തന്നെ പരത്താം, ഇതുപോലെ നാനിൻ്റെ ഷേപ്പിൽ. ഇനി പാൻ ചൂടായി കഴിഞ്ഞാൽ അതിട്ടിട്ട് ഇതുപോലെ കുമിള വന്നാൽ മറിച്ചിടുക. ഇനി ഇതിൻ്റെ മേലെ ബട്ടറും കൂടിയും പരട്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്താൽ രണ്ടും റെഡി. ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.